80s അവസാനം ജയറാം സിനിമയിലോട്ട് വന്നൊരു സമയത്ത് മറ്റ് സൂപ്പർ താരങ്ങൾ മോഹൻലാൽ പോലെയുള്ള മോഹൻലാൽ തന്നെയാണ് സൂപ്പർ താരം. മോഹൻലാൽ മമ്മൂക്ക തന്നെയാണെന്ന് ലാലേട്ടൻ മമ്മൂക്ക തന്നെയാണ് സൂപ്പർ താരങ്ങൾ. അപ്പം മോഹൻലാലിനെ അന്ന് മനസ്സിൽ കണ്ടിരുന്ന പല സിനിമകളും പിന്നീട് ജയറാമിലോട്ട് വന്നിട്ടുണ്ട്. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞ സിനിമയുടെ തുടക്കം കമലൊക്കെ ആലോചിക്കുമ്പോൾ മോഹൻലാലിനെ വെച്ചാണ് ആലോചിച്ചിരുന്നത്. പിന്നീടാണ് അതൊരു ജയറാമിലോട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ കുറേ സിനിമകളുണ്ട്. അങ്ങനെ മറ്റ് പല നടന്മാരെ ആലോചിച്ച് ജയറാമിലേക്ക് വന്ന കുറേ സിനിമകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ സിനിമകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ശരിക്കും അതൊരു വേറെ എപ്പിസോഡ് നമുക്ക് ചെയ്യാവുന്നതാണ്. കാരണം അങ്ങനെ കുറേ സിനിമകളുണ്ട്. ഇപ്പോൾ ഒന്നും മിണ്ടാതെ എന്ന് പറയുന്ന ഒരു സിനിമ അനൗൺസ് ചെയ്ത സമയത്ത് ബിജു മേനോൻ എന്ന് പറഞ്ഞാൽ ജയറാമായി. ഫ്രണ്ട്സ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സെഗ്മെന്റ്. സുരേഷ് ഗോപിനെ വെച്ച് ആലോചിച്ച് ഫോട്ടോഷൂട്ട് വരെ നടത്തുന്ന ഒരു ഘട്ടം എത്തി. അവസാനം സുരേഷ് ഗോപി പിന്മാറി പാറോളിലോട്ട് ജയറാം വന്ന അങ്ങനെയുള്ള കുറേ അതൊന്നും ഈ പറഞ്ഞ പോലെ അപ്പുറത്ത് നഷ്ടങ്ങളുണ്ടെങ്കിൽ ഇപ്പുറത്ത് കുറേ നേട്ടങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ എടുത്ത് നമ്മൾ പറയേണ്ട ഒരു കാര്യം ജയറാമിൻ്റെ പുരസ്കാരങ്ങൾ, അതായത് ശരിക്കും പറഞ്ഞാൽ ജയറാമിന് അർഹിക്കുന്ന പുരസ്കാരങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം ഒരുപാട് തവണ ജയറാം ഫൈനൽ റൗണ്ടിൽ വരെ എത്തിയിട്ടും ജയറാമിന് അവാർഡുകൾ കിട്ടിയിട്ടില്ല. നമുക്കറിയാം ഇന്ന് മലയാളത്തിൽ മോഹൻലാൽ മമ്മൂട്ടി മുതൽ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ യുവതലമുറയിലെ നടന്മാർ വരെ എടുത്താൽ 2-3 തവണ സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയ നടന്മാരുണ്ട്. പക്ഷേ ജയറാമിന് എത്ര പ്രാവശ്യം എനിക്കൊണ്ട് മികച്ച നടനുള്ള അവാർഡ് ജയറാമിന് കിട്ടിയിട്ട് തന്നെ ഇല്ല. ശരിക്കും ആ തൂവൽ കൊട്ടാരം എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് ആദ്യമായിട്ട് അന്ന് 96 ഒരു സ്പെഷ്യൽ അവാർഡ് ജയറാമിന് കിട്ടി. ഞാൻ സംസ്ഥാന അവാർഡിൻ്റെ കാര്യമാണ് പറഞ്ഞത്, മറ്റേ ഏഷ്യാനെറ്റ് അവാർഡുകളോ അല്ലെങ്കിൽ ഫിലിം ഫെയർ അവാർഡുകളോ അല്ല. കേരള സ്റ്റേറ്റ് അവാർഡ് അന്ന് ആദ്യമായിട്ട് ജയറാമിന് കിട്ടുന്നത് തൂവൽ കൊട്ടാരം എന്ന സിനിമയ്ക്ക് സ്പെഷ്യൽ അവാർഡാണ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വയംവരപ്പന്തൽ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് അന്ന് ജയറാമിന് ഇതേപോലെ ഒരു സഹനടനുള്ള അവാർഡാണ് കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 2001 ശേഷം എന്ന് പറയുന്ന സിനിമയ്ക്ക് വീണ്ടും ഒരു സ്പെഷ്യൽ അവാർഡാണ്. ഒരിക്കലും ഒരു മികച്ച നടനുള്ള അവാർഡ് ജയറാമിന് കിട്ടിയിട്ടില്ല. അന്ന് ജയറാമിന് ഈ സ്പെഷ്യൽ അവാർഡുകൾ കിട്ടിയപ്പോൾ അന്ന് മികച്ച നടനായതൊക്കെ മുരളിയായിരുന്നു. 96 കാണാക്കിനാവ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് മുരളി, 2001 നെയ്ത്തുകാരൻ എന്ന് പറയുന്ന 2001 അന്ന് സ്വയംവരപ്പന്തലിന് ജയറാമിന് സഹനടൻ കിട്ടിയപ്പോൾ മികച്ച നടനായതൊന്ന് ഒ മാധവനാണ്. നാടകക്കാരനും സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള വലിയ നാടകരാജ ആചാര്യനായ മുകേഷിൻ്റെ അച്ഛനായ ഒ മാധവനാണ്. 2002 ശേഷം എന്ന് പറയുന്ന സിനിമയ്ക്ക് സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടണം. അന്ന് നെയ്ത്തുകാരൻ സിനിമയ്ക്കാണ് മുരളിക്കാണ് അന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ ജയറാമിന് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയും. സ്റ്റേറ്റ് അവാർഡുകളൊന്നും കിട്ടിയിട്ടില്ല. ചില പരാമർശങ്ങളൊക്കെ അതിന് ശേഷം ഇല്ല, എൻ്റെ ഒരു ഓർമ്മയിലില്ല. എന്തായാലും കുറവാണ്. കാരണം തൂവൽ കൊട്ടാരം ആയിക്കോട്ടെ, അതിനുശേഷം ഷാജി അൻകറിൻ്റെ സിനിമയൊക്കെ ഉണ്ട്. അത് നടൻ എന്ന് പറയുന്ന കമലിൻ്റെ സിനിമ അന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതിന് ജയറാമിന് കിട്ടുമെന്നുള്ളത്. പക്ഷെ ഒരിക്കലും ജയറാമിന് കിട്ടിയിട്ടില്ല.